ആറ്റിങ്ങലിന്റെ ഇഷ്ടനായകൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് അടൂർ പ്രകാശ്. എനിക്ക് ചായ വേണ്ട, കട്ടൻ മതിയേ. ഇലക്ഷനൊക്കെ അറിയാലോ, നമ്മളെ സ്ഥാനാർത്ഥി അടൂർ പ്രകാശാണ്. വിജയിപ്പിച്ചേക്കണം. അടൂർ പ്രകാശിന് അത്ര എളുപ്പമൊന്നും ആവൂല. ഈ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയതിനേക്കാളും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ അടൂർ പ്രകാശ് ജയിക്കുന്ന കാര്യം ഒരു സംശയമില്ല. അല്ല, 38,000 വോട്ട് ചില്ലറയാണ് ഭൂരിപക്ഷം ഉള്ളത്. അതൊക്കെ പെട്ടെന്ന് മറിയുന്നേ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റിലെ അദ്ദേഹം വന്ന സമയത്ത് 38,000 സംതിങ് വോട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ അതിന് ഇരട്ടി ഭൂരിപക്ഷം കിട്ടാനുള്ള കാര്യങ്ങളാണ് അടൂർ പ്രകാശ് കഴിഞ്ഞ 5 വർഷം ഇവിടെ ചെയ്തത്. അല്ല, ഇതിപ്പോ BJP വോട്ട് കൊണ്ടാണ് അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. BJP വോട്ട് ഇവിടെ മുരളീധരൻ വന്നു സ്ഥാനാർത്ഥിയായാലും ജോയി വന്ന സ്ഥാനാർത്ഥിയായാലും അടൂർ പ്രകാശിന്റെ ഭൂരിപക്ഷം ഒട്ടും കുറയാൻ പോണില്ല. അതൊക്കെ നിങ്ങളെ വെറും തോന്നലാണ്. ഈ വി മുരളീധരൻ അത്ര മോശമാണോ? പുള്ളി കേന്ദ്രമന്ത്രിയല്ലേ, കേന്ദ്ര സഹമന്ത്രിയല്ലേ? മോശപ്പെട്ട സ്ഥാനാർത്ഥി നമ്മൾ ആരെയും അങ്ങനെ സ്ഥാനാർത്ഥിത്വത്തിന് മോശം നമ്മൾ പറയാറില്ല. കഴിഞ്ഞ 2 വർഷം കൊണ്ട് അദ്ദേഹം ഈ മണ്ഡലത്തിലൊക്കെ ഉണ്ടല്ലോ. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, വി മുരളീധരൻ കേന്ദ്രത്തിൽ എന്തോ ആനയാണെന്ന് പറയുന്നത് നമുക്ക് എന്താണ് ചെയ്തത്? ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച വോട്ടിനേക്കാൾ കൂടുതൽ വി മുരളീധരൻ പിടിക്കുകയാണെങ്കിൽ അടൂർ പ്രകാശ് കഷ്ടപ്പെടും. അല്ല, അത് കുഴപ്പമില്ല. നമുക്ക് ഞങ്ങള് ഒരു പക്ഷേ നിങ്ങൾ ശോഭാ സുരേന്ദ്രനെക്കാളും വലിയൊരു സ്ഥാനാർത്ഥിയായി കണ്ടുപിടിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ 1.5 ലക്ഷം വോട്ട് നടക്കില്ലെന്നുണ്ടെങ്കിൽ 75,000 വോട്ടിന് അടൂർ പ്രകാശ് ജയിച്ചിരിക്കും. ഈ 5 വർഷം മുമ്പ് ഇതുവരെ UDF വരാത്തത് ഈ വോട്ടെടുപ്പ് ഉണ്ടായിരുന്നോണ്ടാണ്. തീർച്ചയായിട്ടും അത് ഒരു ഘടകം തന്നെയാണ്. ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി വർക്കല MLA ആണ്. ഒരു ഇടത് അനുകൂല മണ്ഡലമായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ പറയട്ടെ, അങ്ങനെയൊന്നുമില്ല. ഞങ്ങളെ 15 വർഷം ഇവിടെ സമ്പത്ത് എന്ന് പറഞ്ഞൊരു MP ഉണ്ടായിരുന്നു. ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. മുതലപ്പൊഴിയിലെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ തീർന്നിട്ടില്ല. മുതലപ്പൊഴി വിഷയത്തിൽ സമരം ചെയ്ത വ്യക്തിയാണ് അടൂർ പ്രകാശ്. വേറെ ആരെങ്കിലും അപ്പോഴും പോയാ? ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന ഇടതുപക്ഷത്തിന്റെ ഹൃദയപക്ഷത്തിന്റെ സാരഥി സഖാവ് വി ജോയി. നമ്മളെ സ്ഥാനാർത്ഥി ജോയിയാണ്. ഇത്തവണെങ്കിലും ജയിക്കുവോ? എന്താ സംശയമുണ്ടോ? ജയിക്കാനല്ലേ മത്സരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കയ്യിലിരുന്ന മണ്ഡലം കൊണ്ട് കളഞ്ഞു. ഒരു ജനാധിപത്യ രാജ്യത്ത് ഇലക്ഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്നുള്ളൊരു പൊതുധാരണ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി കോൺഗ്രസിന് സാധിച്ചു. പക്ഷെ എന്തിനു വല്ല നടന്നോ? അല്ല, ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണോ തോറ്റെ? നമ്മൾ കോൺഗ്രസ് തകരുക എന്നുള്ള ഒരു കാര്യവും ഇടതുപക്ഷത്തു നിന്ന് ഉണ്ടാവില്ല. ചില്ലറ വോട്ടൊന്നുമില്ല. 38,000 പേരെ വോട്ടിനാണ് തോറ്റത്. അത് കയറി വരൂ. ഇടതുപക്ഷത്തിന്റെ അടിയുറച്ച മണ്ഡലമാണ്. അതല്ലേ കഴിഞ്ഞ വർഷം വീണു. ആ വീഴ്ചയിൽ നിന്ന് തന്നെ നമ്മൾ എഴുന്നേൽക്കും. അല്ല, ഈ അടൂർ പ്രകാശ് ഈ മണ്ഡലത്തില് 100% ഫണ്ട് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കഴിഞ്ഞ 2 വർഷം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സജീവമായി ഓരോ പരിപാടികളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാമെന്നും ഗ്യാസ് 400 രൂപയായിരുന്ന ഗ്യാസ് 1200 ആയത് ഇവിടുത്തെ സാധാരണക്കായ വീട്ടമ്മമാർക്ക് നല്ലതുപോലെ അറിയാം ഈ മുരളീധരന്റെ പങ്കാണ് എന്താണെന്ന്. മോദി ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിന് നൽകുന്ന ഗ്യാരണ്ടി ശ്രീ വി മുരളീധരൻ. എന്നും ജനങ്ങളോടൊപ്പം. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം 3ാമതായി പോയല്ലേട്ടാ. ഈ പ്രാവശ്യം 1ാമതെത്തും. 1ാം സ്ഥാനം എത്തിയ ആളുമായിട്ട് 1.25 ലക്ഷത്തോളം വോട്ടിന്റെ വ്യത്യാസമുണ്ട്. അത് കയറി വരുമെന്നാണ്. ആ 1.5 ലക്ഷം വോട്ട് തീർച്ചയായിട്ടും കയറി വന്ന് ഇപ്പൊ 2 ലക്ഷം വോട്ടിന്റെ കൂട്ടി പിടിച്ച് നമ്മൾ എന്തായാലും ഒരു 50,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ അത്രയും ഭൂരിപക്ഷം മുരളീധരൻ തീർച്ചയായിട്ടും ജയിച്ചിരിക്കും. അല്ല, ഈ വി ജോയി അത്ര മോശമാണോ? പുള്ളി വർക്കല MLA ആണ്. വി ജോയി എന്ന് പറഞ്ഞ വ്യക്തിയെ എന്തുകൊണ്ടാണ് ഇവിടെ നിർത്തിയെന്ന് ചോദിച്ചാൽ അവർക്ക് പോലും ഉത്തരമില്ല. ചേട്ടാ, ഈ ഒരു 6 മാസക്കാലം കൊണ്ട് ഈ മണ്ഡലത്തിൽ തന്നെ സജീവമാണ്. ജനങ്ങൾക്കെല്ലാം ബോധ്യമായി കഴിഞ്ഞു BJP അധികാരത്തിൽ വരുമെന്ന്. അതുപോലെ കേരളത്തിലും ഒരു വലിയ മാറ്റം ഉണ്ടാവും. ശരി, ഞാൻ വിട്ടു. അടൂരിൽ നിന്നുള്ള പ്രകാശ് വേണോ, തലശ്ശേരി നിന്നുള്ള മുരളി വേണോ, നാട്ടുകാരൻ ജോയി വേണോ എന്നൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ.